ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് കണ്ടീഷൻസ് എന്താണ് കണ്ടീഷൻസ് എങ്ങനെ ഉപയോഗിക്കാം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇഫ് കണ്ടീഷൻ, ഇഫ് എൽസ്, എൽസ് ഇഫ്, ഇതൊക്കെ ആണെന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു LED ഇങ്ങനെ ഓണാക്കാം, ഓഫാക്കാം, സെൻസർ റീഡിംഗ് ഇങ്ങനെ എടുക്കാം, വേരിയബിൾസ് എന്താണ്, സീരിയൽ മോണിറ്റർ എന്താണ്, ഇതൊക്കെയാണ് പഠിച്ചത്. ഓക്കെ, ഇനി ഇപ്പോൾ അടുത്തത് കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു LED ഇങ്ങനെ ഓണാക്കുന്നത്. അപ്പോൾ എനിക്കൊരു സെൻസർ ഉപയോഗിച്ചിട്ട് ആ സെൻസറിൻ്റെ ഫ്രണ്ടിൽ ഒരു ആൾ വരുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആൾ വരുന്ന സമയത്ത് എനിക്ക് LED ഓൺ ആവണം, ആളില്ലാത്ത സമയത്ത് LED ഓഫ് ആക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എനിക്കൊരു കണ്ടീഷൻ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ വെള്ളം ഫുള്ളായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എനിക്കൊരു അലാം അടിക്കണം. ടാങ്കിൽ വെള്ളമില്ലെങ്കിൽ, വെള്ളം ഫുള്ളല്ല, ആവശ്യത്തിനുള്ളെങ്കിൽ അലാമൊന്നും അടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് കൊടുക്കണം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കണ്ടീഷൻസ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു വേരിയബിൾ എടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു എക്സാം എഴുതാണ്. അപ്പോൾ എക്സാമിന് 30 മാർക്കോ അതിന് മേളിലുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാണ്, 30-ന് താഴെയാണെങ്കിൽ നിങ്ങൾ ഫെയിലാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സീരിയൽ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെൻസർ ഉപയോഗിച്ചിട്ട് ഇവരുടെ ലൈറ്റ് അങ്ങനെ കത്തിക്കാം, ആളുണ്ടെങ്കിൽ ആളില്ലെങ്കിൽ, അങ്ങനത്തെ ഏതെങ്കിലും സെൻസർ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളെന്താണ്, ഒരു എക്സാം അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 30-ന് മുകളിലാണെങ്കിൽ നിങ്ങൾ പാസ്, 30-ന് താഴെയാണെങ്കിൽ ഫെയിൽ എന്ന് കാണിക്കണം. അപ്പോൾ അതിന് ആദ്യം ഒരു മാർക്ക് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക. എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോവാണ്. എനിക്കിപ്പോൾ 35. ഓക്കെ, ഇപ്പോൾ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിലെത്തിയാൽ 35 എന്ന് പറഞ്ഞ മാർക്കാണ്. അപ്പോൾ 30-ന് മുകളിലാണെങ്കിൽ പാസ്, 30-ന് താഴെയാണെങ്കിൽ ഫെയിൽ. ഓക്കെ, ഇപ്പോൾ അടുത്തത് ഞാൻ ഇവിടെ സീരിയൽ ഡോട്ട് ബിഗിൻ, ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ അകത്ത് കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ഇഫ് മാർക്ക് അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആദ്യം ഗ്രേറ്റർ ദാൻ മാത്രമായിട്ട് എങ്ങനെയെന്ന് ഞാൻ പറയാം. ഗ്രേറ്റർ ദാൻ 30. ഓക്കെ, 30 ആണെങ്കിൽ എന്ത് ചെയ്യുക? പാസ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ സീരിയൽ ഡോട്ട് പ്രിൻറ്റ് പാസ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യുക, ഇഫ് അതാണെങ്കിൽ. ഇനി അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എൽസിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ കൊടുക്കണ്ട. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊടുത്തേക്കുന്നതാണ് കണ്ടീഷൻ, മാർക്ക് 30-ന് മുകളിലാണെങ്കിൽ. ഓക്കെ, ഈ സിമ്പിൾ കണ്ടല്ലോ, ഈ ആംഗിൾ പോലെ, ഇതാണ് ആ ഒരു ഗ്രേറ്റർ ദാൻ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ അതിന് മുകളിൽ. ഓക്കെ, അപ്പോൾ മാർക്ക് ഗ്രേറ്റർ ദാൻ 30, 30-ന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ഇപ്പോൾ അടുത്ത് നമുക്ക് എൽസിൻ്റെത് ഈ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കാം. എൽസ് പറഞ്ഞാൽ എന്താണ്? ഇതിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 30, അതല്ലെങ്കിൽ 30-ന് ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഫെയിൽ. അപ്പോൾ നമുക്ക് അതിവിടെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കാം. ഇവിടെ ഫെയിൽ. ഇനി നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ കോഡ് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ പാസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനിയിപ്പോൾ ലെസ് ദാൻ 30 ആ കണ്ടീഷൻ നമ്മൾ കൊടുക്കണ്ട, കാരണം ഈ ഗ്രേറ്റർ ദാൻ 30 അല്ലാത്ത എല്ലാം എൽസിൽ വരും. അപ്പോൾ അത് ഫെയിൽ കാണിക്കും. അപ്പോൾ മാർക്ക് എത്രയാണ്? 35. അപ്പോൾ 35 എന്ന് പറയുന്നത് 30-നേക്കാൾ മുകളിലാണ്, അപ്പോൾ പാസ് കാണിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ബോർഡൊക്കെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബോർഡ് റേറ്റ് ഇവിടെ എന്ത് കൊടുത്തേക്കുന്നോ അത് തന്നെ സെയിം ആക്കാം, 9600 മാറ്റാം. ഇപ്പോൾ ഇവിടെ എന്ത് വന്നു? പാസ് എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ മാർക്ക് ഒരു 25 കൊടുക്കാം. അപ്പോൾ 25 കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? ഇവിടേക്ക് വരും, കണ്ടീഷനിലേക്ക് വരും. അവിടെ മാർക്ക് എന്ന് പറയുന്നത് 25 ഗ്രേറ്റർ ദാൻ 30 ആണോ ചെക്ക് ചെയ്യും, അല്ലല്ലോ. അപ്പോൾ എൽസിലേക്ക് പോകും. എൽസിൽ പോയിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇഫിൽ വരാത്ത കാര്യം എന്ത് ചെയ്യും? നേരെ എൽസിലേക്ക് വരും. ഓക്കെ, ഏതിൽ ഒരെണ്ണത്തിലേ വരുള്ളൂ, രണ്ടെണ്ണത്തിലും പോവില്ല. ഇനി നമുക്കിത് അപ്ലോഡ് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇനി സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യാം. ഇവിടെ എന്തായി? ഫെയിൽ. പാസ് അത് നേരത്തെ പാസ്സാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി റൺ ചെയ്യാം. ഇപ്പോൾ എന്താ വന്നത്? ഫെയിൽ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ഇഫ് എൽസ് എന്താണെന്നുള്ളത്. പിന്നെ ഇത് ഞാൻ എന്തുകൊണ്ട് വോയിഡ് സെറ്റപ്പിലെല്ലാം കൊടുത്ത് വോയിഡ് ലൂപ്പിൽ കൊടുക്കാണ്ട്? കാരണം എനിക്ക് ഒറ്റ പ്രാവശ്യം നോക്കിയാൽ മതി, ഒരു പ്രാവശ്യമല്ലേ ഞാൻ മാർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വോയിഡ് സെറ്റപ്പിൽ എടുത്താൽ മതി. ഇനി നമുക്ക് ഒരു സെൻസറിൻ്റെ റീഡിംഗ് എടുത്തിട്ട് അത് വെച്ച് അതിൻ്റെ ലൈറ്റ് ഓൺ ആക്കാം ഓഫ് ആക്കാം അത് നോക്കാം. ഫിംഗർ ക്യാഡ് ഓപ്പൺ ചെയ്യാം. അതിൽ നിങ്ങൾ അർഡിനോ എടുത്തിടുക. ദെൻ ഇതിൽ സെൻസർ ഞാൻ ഇവിടെ സോയിൽ മോയ്സ്ചർ സെൻസറാണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ അതവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ വി സി സി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെൻസറിന് പവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 പിന്നാണ്. അപ്പോൾ വി സി സി നമ്മൾ 5 വോൾട്ടിലേക്കും ഗ്രൗണ്ട് GND എന്ന് പറഞ്ഞ പിന്നിലേക്കും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൻസറിന് വേണ്ട പവർ കിട്ടും. അപ്പോൾ ആ കണക്ഷൻ നമുക്ക് ആദ്യം കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കളർ ഞാൻ പോസിറ്റീവിന് എപ്പോഴും റെഡ് ആക്കി കൊടുക്കുക. റെഡ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പിന്നെ പോസിറ്റീവിന് റെഡും നെഗറ്റീവിന് ബ്ലാക്കും അതേ സ്റ്റാൻഡേർഡാണ്. അതെപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി അടുത്തത് സിഗ്നൽ പിന്ന്. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു GPIO പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഡിജിറ്റൽ റീഡിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ പിന്നിൽ കണക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അനലോഗ് റീഡിങ്സ് എടുക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണമെന്ന് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ അനലോഗ് പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ D5 എന്ന് പറഞ്ഞ പിന്നിലേക്ക് കണക്ട് ചെയ്യാം, അതായത് GPIO 5 എന്ന് പറഞ്ഞ പിന്നിലേക്ക്. ഓക്കെ, കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണക്ഷൻസ്. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ആദ്യം നമുക്ക് സെൻസറിൻ്റെ റീഡിംഗ് എടുക്കാനുള്ള കോഡ് ചെയ്യാം. ഇപ്പോൾ സെൻസറിൻ്റെ റീഡിംഗ് എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നമ്മൾ ഡാറ്റ എന്ത് ചെയ്യാണ്? സെൻസറിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് ഒരു അർഡിനോ എന്ന് പറഞ്ഞ ബോർഡിൻ്റെ ഇൻപുട്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ അതിന് ആ പിന്ന് നമ്മൾ ഇൻപുട്ടായിട്ട് ഡിക്ലെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പിൻ മോഡ് ഏത് പിന്നാണ് യൂസ് ചെയ്യുന്നത്? 5. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പിന്നുകളെല്ലാം നമുക്ക് വേരിയബിൾസിൽ ആക്കി കൊടുക്കാം. ഇപ്പോൾ 5ന് പകരം ഞാൻ സെൻസർ പിൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് കോമ ഇൻപുട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? ആ സെൻസർ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സെൻസർ പിൻ എന്ന് പറഞ്ഞ വേരിയബിൾ സെൻസർ പിൻ ഈക്വൽ എത്രയാണ്? 5 സെമിക്കോളൻ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആണോ? അല്ല. എന്ത് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പാണ് വരാം. അപ്പോൾ ഇൻറ്റ് കൊടുക്കുക. ഇൻറ്റ് സെൻസർ പിൻ ഈക്വൽ 5. അപ്പോൾ ഈ സെൻസർ പിന്നിൽ എന്ത് വാല്യൂ കിട്ടി? 5 കിട്ടി. 5ലേക്കാണ് നമ്മൾ സെൻസർ കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ സെൻസറിൻ്റെ റീഡിങ്സ് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇത് കമാൻഡാണ് യൂസ് ചെയ്യുക. കീവേഡ് ഡിജിറ്റൽ റീഡ്. നമ്മൾ ഡിജിറ്റൽ റീഡിങ്സ് ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഡിജിറ്റൽ എന്നിട്ട് ഏത് പിന്നാണ്? സെൻസർ പിന്ന് അല്ലേ. സെൻസർ പിന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ റീഡ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ആ റീഡ് ചെയ്ത വാല്യൂ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ സെൻസർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോവാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ താഴെ ഇൻറ്റ് സെൻസർ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തേക്കാണ്. 0 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം? സെൻസർ വാല്യൂ ഈക്വൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം മുതലൊന്ന് പറഞ്ഞുതരാം. ആദ്യം ഇൻറ്റ് സെൻസർ പിൻ എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കുന്നു. ആ വേരിയബിളിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. രണ്ടാമത് സെൻസർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കുന്നു ഇൻറ്റീജറായിട്ട്. അതിൽ കിടക്കുന്ന വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി വോയിഡ് സെറ്റപ്പിൽ ഞാൻ എന്താ ചെയ്തേക്കുന്നത്? ആ സെൻസർ ഒരു ഇൻപുട്ട് പിന്നാന്ന് പറഞ്ഞു കൊടുത്തേക്കാം. അപ്പോൾ സെൻസറിൻ്റെ വാല്യൂ അവിടെ എടുക്കും. ഓക്കെ, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പിന്ന് ഇൻപുട്ടാന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ഇനി അടുത്തത് വോയിഡ് ലൂപ്പ്. അതിൻ്റെ അകത്ത് എന്താ ചെയ്തേക്കുന്നത്? സെൻസർ വാല്യൂ ഈക്വൽ ഡിജിറ്റൽ റീഡ് ഓഫ് സെൻസർ പിന്ന്. അതായത് സെൻസർ പിന്നിൻ്റെ വാല്യൂ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. സെൻസർ പിന്ന് ഏതാ? 5. ഈ 5 എന്ന് പറഞ്ഞ പിന്നെ ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം.
നമ്മൾ ആർഡിനോയിൽ 5ാമത്തെ പിന്നിൽ കണക്ട് ചെയ്തേക്കാം അല്ലേ. അപ്പോൾ ഈ സെൻസറിൻ്റെ റീഡിങ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ആർഡിനോ. അതാണ് ഈ കമാൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ എടുക്കുന്ന റീഡിങ്സ് എന്ത് ചെയ്യും, ആ റീഡിങ്സ് ഈ സെൻസർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ സെൻസർ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിൽ ഈ സെൻസർ ഉണ്ടല്ലോ, ഈ സെൻസറിൻ്റെ റീഡിങ്സ് ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക. അതായത് ഇതൊരു മോയ്സ്ചർ സെൻസറാണ്. അപ്പോൾ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ, വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. വെള്ളം ഇല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞിട്ട് വാല്യൂ കിട്ടും. അപ്പോൾ ഈ വാല്യൂ എവിടെയായിരിക്കും, ഈ സെൻസർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേരിയബിളിലായിരിക്കും കിടക്കേണ്ടവ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു സെൻസറിൻ്റെ റീഡിങ്സ് എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ഒരു LED ഓൺ ആക്കണം. അതായത് വെള്ളം ഉണ്ടെങ്കിൽ ഒരു LED ഓൺ ആവുക, വെള്ളം ഇല്ലെങ്കിൽ LED ഓഫ് ആവുക, അതല്ലേ വേണ്ടത്. അപ്പോൾ LED ഓൺ ആക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, LED ഏതെങ്കിലും പിന്നിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കത് ആദ്യം ചെയ്യാം. ഒരു LED പോയി എടുക്കാം. ഇവിടെ വന്നിട്ട് LED സെർച്ച് ചെയ്യാം. എന്നിട്ടൊരു LED എടുക്കാം. അതിന് നെഗറ്റീവ് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യാം. ദെൻ പോസിറ്റീവ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള GPIO പിന്നിൽ കണക്ട് ചെയ്യാം. ഞാൻ ഇവിടെ 13 ആണ് കണക്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കോഡിൽ പോയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. കോഡിൽ ആദ്യം എനിക്ക് LED ഏത് പിന്നിൽ കണക്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ. 13th പിന്നിലാണ്. അപ്പോൾ ആ പിൻ എനിക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിൻ മോഡ് 13 അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു വേരിയബിളിലേക്ക് കൊടുക്കാം. LED പിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് 13 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ LED പിൻ എന്നിട്ട് ഔട്ട്പുട്ട് ആക്കുന്നു. ബിക്കോസ് നമ്മൾ ആർഡിനോയിൽ നിന്നും കറണ്ട് പുറത്തേക്ക് എടുത്ത് കൊടുക്കുകയാണ് LEDയിലേക്ക് അല്ലേ. അപ്പോൾ എന്താണ്, 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ LED ഓൺ ആവും. അതായത് കറണ്ട് പുറത്തേക്ക് എടുത്ത് കൊടുക്കുക. പുറത്തേക്ക് എടുക്കുമ്പോൾ ഔട്ട്പുട്ട്. ഇനി സെൻസറിൻ്റെ വാല്യൂ ആണെങ്കിലോ, നമ്മൾ 5 എന്ന് പറഞ്ഞ പിന്നിലേക്ക് ഇൻപുട്ട് ചെയ്യാണ്, ഉള്ളിലേക്ക് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ സെൻസർ എങ്ങനെയാണ്, സെൻസറിൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറണ്ട് ആർഡിനോയിലേക്ക് കൊടുക്കും. 0 എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടാവില്ല. ഇപ്പോൾ LED പിൻ ഔട്ട്പുട്ട് എന്ന് കൊടുത്തു. അപ്പോൾ LED പിൻ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. സെമി കോളൻ ഉണ്ട്. ഞാൻ സൂം ചെയ്യാം. എന്ത് ചെയ്യാം, LED ഇൻറ്റ് LED പിൻ ഈക്വൽ 13 സെമി കോളൻ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ സെൻസറിൻ്റെ റീഡിങ്സ് എടുത്തിട്ട് അത് 1 ആണെങ്കിൽ എന്ത് ചെയ്യുക, LED ഓൺ ആക്കാം. 0 ആണെങ്കിൽ LED ഓഫ് ആക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കണം. അപ്പോൾ കണ്ടീഷൻ എങ്ങനെയായിരിക്കും കൊടുക്കുക, ഇഫ് എന്താണ് LED ഓൺ ആക്കേണ്ടത്, സെൻസർ വാല്യൂ എന്ന് പറയുന്നത്, അതായത് സെൻസറിൻ്റെ റീഡിങ് 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ LED ഓൺ ആവാം, അതല്ലെങ്കിൽ LED ഓഫ് ആവാം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആദ്യമേ കണ്ടീഷൻസ് കാണിച്ചു തന്നു. അപ്പോൾ ലെസ് ദാൻ മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. അതേപോലെ വേറെയും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. അത് പതിയെ ഓരോന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ലെസ് ദാൻ ആണെങ്കിൽ ഈ ഒരു സിമ്പിളായിരിക്കും ഞാൻ കൊടുക്കുക. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഈ ഒരു സിമ്പിളായിരിക്കും ഞാൻ കൊടുക്കുക, നേരത്തെ കൊടുത്ത സെയിം സിമ്പിൾ. ഇനി ഈക്വൽ ആണെങ്കിൽ 2 ഈക്വൽ ഇട്ടിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിളായിരിക്കും കൊടുക്കുക. ഇനി നോട്ട് ഈക്വൽ ആണെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് 10 ഈക്വൽ, ഇങ്ങനത്തെ ഒരു സിമ്പിളായിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കണ്ടീഷൻസിന് കൊടുക്കുന്നത്. വേറെയുണ്ട്, അത് നമുക്ക് പതുക്കെ പഠിക്കാം. അപ്പോൾ ബേസിക്കായിട്ട് നമുക്കിപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സെൻസർ വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, LED ഓൺ ആക്കണം, അതല്ലെങ്കിൽ LED ഓഫ് ആക്കണം. അപ്പോൾ ഈക്വൽ ടു 1 ആണെങ്കിൽ, അപ്പോൾ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഏതാ, 2 ഈക്വൽ. അപ്പോൾ സെൻസർ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ, ഇതിൻ്റെ അർത്ഥം എന്താ, സെൻസർ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ കണ്ടീഷൻ്റെ ഉള്ളിലേക്ക് പോകാം. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസിങ്ങിന് ഇടയിൽ വരുന്ന ഈ ഭാഗമായിരിക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, LED ഓൺ ആക്കാൻ കൊടുക്കണം. അപ്പോൾ LED ഓൺ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഡിജിറ്റൽ റൈറ്റ്, പുറത്തേക്ക് കറണ്ട് എടുത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് ഏത് പിന്നാണ്, LED പിൻ, അതായത് 13, 1 എന്ന് പറഞ്ഞാൽ LED ഓൺ ആവാം. ഓക്കെ, ഇനി എപ്പോഴാണ് LED ഓഫ് ആവേണ്ടത്, സെൻസർ വാല്യൂ ഈക്വൽ ടു 0. അത് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഇഫ് കൊടുത്ത് എഴുതാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, എൽസ് എന്ന് പറഞ്ഞ് എഴുതാം. അതല്ലെങ്കിൽ ഉള്ള എന്ത് വന്നാലും
ഈ 1 അല്ലാണ്ട് 0യോ 2ഓ 3യോ 2 3 ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ 2 3 അങ്ങനെ എന്ത് വന്നാൽ തന്നെ എന്ത് ചെയ്യും, എൽസിലേക്ക് പോകും. അപ്പോൾ എൽസിൽ നമുക്ക് എന്ത് ചെയ്യാം, LED ഓഫ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ LED ഓഫായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെന്തുകൊണ്ടാണ് വേർഡ് ലൂപ്പിൽ കൊടുത്തതെന്ന് മനസ്സിലായില്ലേ? കാരണം ഇത് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ സെൻസറിൻ്റെ റീഡിങ്സ് എടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിൽ വ്യത്യാസം വരുന്നത് നോക്കണം. വ്യത്യാസം വേണ്ടെങ്കിൽ അതനുസരിച്ച് LED ഓണാക്കി ഓഫാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അല്ലേ. അപ്പോൾ അത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് വേർഡ് ലൂപ്പിൽ കൊടുത്തത്, എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ. നമുക്ക് നോക്കാം. ഞാൻ ഇത് റൺ ചെയ്യാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടെ 2 സിമ്പിൾ ഉണ്ടല്ലോ. ഇത് വെള്ളം ഇല്ലെങ്കിൽ, മോയ്സ്ചറിൻ്റെ അളവ് കുറവാണെങ്കിൽ, ഇത് വെള്ളം ഉണ്ടെങ്കിൽ, അതായത് മോയ്സ്ചറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, അതാണ് ഈ ബ്ലൂ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ഇത് റൈറ്റിലേക്ക് ഇങ്ങനെ നീക്കാം. ഇപ്പോൾ എന്തായി, LED ഓണായി അല്ലേ. മനസ്സിലായില്ലേ? ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വെള്ളം വരുമ്പോൾ എന്താണ് 1 എന്ന് പറയും. വെള്ളം ഇല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് ആക്കിയാൽ 0 വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണിത് വർക്ക് ചെയ്യുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് പ്രിൻ്റ് ചെയ്യാൻ കൂടി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആദ്യം സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് serial.begin. എന്നിട്ട് ഏത് സ്പീഡിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വെക്കണം. അപ്പോൾ 9600 ആണ് ഞാൻ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ റീഡിങ്സ് എടുക്കുന്നത് ഇതിൻ്റെ താഴെ പോയിട്ട് പ്രിൻ്റ് ചെയ്യാം. റീഡിങ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ serial.print ln ദെൻ ഏതാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, സെൻസറിൻ്റെ വാല്യൂ അല്ലേ, സെൻസർ വാല്യൂ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 0 ആണ് വന്നത്. 0 ആയിരിക്കുമ്പോൾ എന്താണ്, LED ഓഫ് ആവാം. ഇനി 1 ആകുമ്പോൾ ഇവിടെ നോക്കാം, ഈ 1 ആവുന്ന സമയത്ത് LED ഓൺ ആവും. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് നീക്കി കഴിയുമ്പോൾ 1ലേക്ക് ആവും. കണ്ടോ, 1 ആയി, അപ്പോൾ LED ഓണായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെ ആർഡിനോ ബോർഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. സെയിം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ശരിക്കും കാണിച്ചു തരേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ഒന്ന് കാണിച്ചു തരാം. പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിപ്പോൾ മോയ്സ്ചർ സെൻസർ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു IR സെൻസർ ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ കണക്ഷനും സെയിം തന്നെയാണ്, അതേപോലെ കോഡും സെയിം തന്നെയാണ്. ഉപയോഗിക്കുന്ന സെൻസർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ IR സെൻസറിലാണെങ്കിലും 3 പിന്നുണ്ട്. ഒന്ന് VCC, ഗ്രൗണ്ട്, പിന്നെ സിഗ്നൽ. അത് അവിടെ എഴുതിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഔട്ടിൽ നിന്നായിരിക്കും. ഔട്ടും സിഗ്നലൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇനി ആർഡിനോ ബോർഡ് ഉപയോഗിച്ച് IR സെൻസർ ഞാൻ കണക്ട് ചെയ്യാം. എന്നിട്ട് LED കണക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ സെയിം കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളത് നോക്കാം. പിന്നെ ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. എൻ്റെ കയ്യിലുള്ള സെൻസറിൽ ഈ IR സെൻസറിൽ എന്തെങ്കിലും ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും കിട്ടാം. ഓക്കെ, അതായത് കറണ്ട് ഇല്ല, അങ്ങനൊരു കണ്ടീഷനായിരിക്കും. ഇനി ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴാണ് 0. ഒന്നും ഡിറ്റക്റ്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും, 1 ആയിരിക്കും കിട്ടുക, അതായത് ഇത് കറണ്ട്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ സംഭവിക്കാം. മനസ്സിലായല്ലോ? അതായത് ഇവിടെ മോയ്സ്ചർ സെൻസറിൽ ഇതിൽ ഉപയോഗിച്ചത് വെള്ളം ഉണ്ടെങ്കിൽ 1, വെള്ളം ഇല്ലെങ്കിൽ 0, അങ്ങനെയായിരിക്കും വാല്യൂ വരാം. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ആർഡിനോ ബോർഡിൽ ഉപയോഗിക്കാൻ പോകുന്ന IR സെൻസറിൽ കൈ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ കൈ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്യും. ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും, 1. ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0, അങ്ങനെയായിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. ഇവിടെ നോക്കാം, ഞാൻ ആർഡിനോ ബോർഡ് എടുത്തു, IR സെൻസറിൽ LED എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഈ സെൻസറിൽ എഴുതിയേക്കുന്നത് നോക്കാം, VCC GND ഔട്ട് എഴുതിയേക്കുന്നത് കണ്ടില്ലേ, VCC GND ഔട്ട്. അപ്പോൾ ഇതിൽ VCC ഞാൻ റെഡ് എടുത്തേക്കുന്നു, GND എന്ന് പറയുന്നത് ഈ ഓറഞ്ചും, ഔട്ട് എന്ന് പറയുന്നത് ഈ യെല്ലോയാണ്. അപ്പോൾ VCC എന്താ ചെയ്യുക, ഈ റെഡ് എടുത്തിട്ട് ആർഡിനോൻ്റെ 5 വോൾട്ട് എന്ന് പറഞ്ഞ പിന്നിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ GND ഇവിടെ കണക്ട് ചെയ്യാം, ഈ GND എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൗണ്ട് പിന്നിൽ കണക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെടുത്തിട്ട് ഇതിൽ 5 എന്ന് എഴുതിയേക്കുന്ന ഈ പിന്നിലും കണക്ട് ചെയ്യാം. ഓക്കെ,
അപ്പോൾ കണക്ഷൻ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് LED കൂടി കണക്ട് ചെയ്യാണ്ട്. അപ്പോൾ LED എടുക്കുക. ഞാൻ 13th പിന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോങ്ങസ്റ്റ് ലെഗ് പോസിറ്റീവ് ലെഗ് എടുത്തിട്ട് എവിടെ ചെയ്യാം, 30ൽ കണക്ട് ചെയ്യാം. ഓക്കെ, മറ്റേ ലെഗ് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യാം. കണക്ഷൻ കഴിഞ്ഞു. നമുക്ക് കോഡ് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഞാൻ ആർഡിനോ ഐഡിയ ഓപ്പൺ ചെയ്ത് നേരത്തെ ചെയ്ത കോഡ് അവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ഓൾറെഡി ഇത് കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ടൂൾസ് എടുത്ത് ബോർഡ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇനി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കോഡ് അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഇവിടെ നോക്കാം, നിങ്ങൾക്ക് ഈ സെൻസറിലൊരു LED ഇവിടെ കത്തിക്കുന്നത് കാണാം. അതിവിടെ ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാത്തപ്പോൾ കത്തിക്കണ്ട. അപ്പോൾ ഒന്നും ഡിറ്റക്റ്റ് ചെയ്തിൽ ഞാൻ ഇവിടെ പറഞ്ഞു നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. ഈ LED ഓൺ ആയിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഞാൻ ഈ സെൻസറിൻ്റെ ഫ്രണ്ടിൽ കൈ വയ്ക്കാൻ പോവാം. അപ്പോൾ എന്തായി, ഈ രണ്ട് LED കത്തി അല്ലേ. അതായത് എൻ്റെ കൈ ഡിറ്റക്റ്റ് ചെയ്തു. സമയത്ത് ഈ LED എന്ത് പറ്റി, LED ഓഫായി. ഞാൻ ഇനി കൈ മാറ്റാം. മനസ്സിലായല്ലോ. ഈ സെൻസർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഒരു IR എമിറ്ററാണ്. ഓക്കെ, ഈ LED തൽക്കാലം ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഈ IR എമിറ്റർ, ഈ LED ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഇതേപോലത്തെ ഒരു LED അല്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ഇതിൽ കൂടെ വരുന്ന ലൈറ്റ് കാണാൻ പറ്റും, പക്ഷേ ഇതിൽ കൂടെ വരുന്ന ലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് ഇത് IR റിസീവറാണ്. ഓക്കെ, ഈ സെൻസർ എന്ന് പറയുന്നത് ഇതാണ് സെൻസർ. ഇത് ഈ ലൈറ്റ് റിസീവ് ചെയ്യും. IR ഇൻഫ്രാറെഡ് ആയിട്ടുള്ള ലൈറ്റുകൾ ഡിറ്റക്റ്റ് ചെയ്യും, റിസീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൈ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എൻ്റെ കൈമ തട്ടി തിരിച്ച് ഇങ്ങോട്ടേക്ക് ചെല്ലും. അങ്ങനെയാണ് ഇത് സെൻസ് ചെയ്യുക. ഞാൻ ഇവിടെ കൈ വെച്ചില്ലെങ്കിൽ എന്താണ്, നേരെ ഫ്രണ്ടിലേക്ക് അടിക്കും, ഇതുമേക്ക് ചെല്ലില്ല. ഓക്കെ, അപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യില്ല. കൈ വയ്ക്കുമ്പോൾ ഇവിടെ തട്ടി റിഫ്ലക്റ്റ് ചെയ്യും. ഈ ലൈറ്റ് നമുക്ക് ക്യാമറ കൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ ലൈറ്റ് കത്തിക്കുന്നുണ്ട്. ഈ ലൈറ്റ് നമുക്ക് ക്യാമറ കൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? കണ്ടല്ലോ, ഇത് ക്യാമറ കൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ നേരിട്ട് നോക്കി നമുക്ക് ഈ ലൈറ്റ് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ സെയിം LED ആണ് നമ്മൾ ഈ നൈറ്റ് വിഷൻ ക്യാമറാസിനും ഉപയോഗിക്കുന്നത്. ഈ LED നമുക്ക് വേറെയും പല സ്ഥലത്ത് കാണാം. ഇപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറ ഞാൻ പറഞ്ഞു. അതേപോലെ നിങ്ങളുടെ വീട്ടിലെ TV യുടെ റിമോട്ട്, ആ TV യുടെ റിമോട്ടിൽ കാണുന്നത് ഇതേ LED ആണ്. വേറൊരു റെഡ് LED തെളിയുന്നുണ്ടാവും. അതല്ലാണ്ട് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ LED ആണ്. അത് നിങ്ങൾ ക്യാമറ കൂടെ വെച്ച് റിമോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ LED തെളിയുന്നത് കാണാൻ പറ്റും. ക്യാമറ കൂടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ റിമോട്ട് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.